അവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനം വളരെയേറെ സഹായകമായി മുന്നോട്ട് പോയിട്ടുണ്ട്. ഒരു മനസ്സോടെയാണ് എല്ലാവരും പ്രവർത്തിച്ചത്. ഇത്തവണ UDFിൻ്റെ പ്രത്യേകത, UDFിൽ ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും ഇല്ലായിരുന്നു. കോൺഗ്രസിനകത്ത് ഒരു വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും ഇല്ലായിരുന്നു. എല്ലാവർക്കും ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ട്, ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് ഒരേപോലെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ ജനങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് UDFിൻ്റെ പ്രചരണത്തെ സ്വീകരിച്ചത്. ജനങ്ങൾ ഒരു രാഷ്ട്രീയ മാറ്റം ആഗ്രഹിക്കുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ജനങ്ങൾ പിണറായി വിജയന് ഗുഡ് ബൈ നൽകാൻ കാത്തിരിക്കുകയാണ്. അതിന് കിട്ടിയ ഒരു അവസരം അവർ പരിപൂർണമായി വിനിയോഗിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. പലയിടത്തും BJPയും CPMഉം തമ്മിലുള്ള അന്തർധാര പ്രകടമായിരുന്നു. ആ അന്തർധാര പ്രകടമായിട്ട് പോലും അതിനെ അതിജീവിച്ചുകൊണ്ട് UDF വൻ വിജയത്തിലേക്ക് എത്തുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ്. പിന്നെ പെട്ടി ഏതായാലും മെഷീനിലാണ് വോട്ടുകൾ. അതിൽ കൂടുതൽ ഞാൻ എന്തെങ്കിലും പറയുന്നത് ശരിയല്ല. ഏതായാലും 25 ദിവസം നമുക്ക് കാത്തിരിക്കേണ്ടി വരും. പ്രചരണ സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. കാരണം ഇതിനു വേണ്ടി എല്ലാവരും സഹകരിച്ചു. UDFിലെ ഘടകകക്ഷികൾ സഹകരിച്ചു, കോൺഗ്രസ് പാർട്ടി പൂർണ്ണമായി സഹകരിച്ചു. അപ്പോൾ എല്ലാവരും കൂട്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ മഹത്തായ ഒരു വിജയമുണ്ടാകും എന്ന പൂർണ്ണ വിശ്വാസമാണ് എനിക്കുള്ളത്. അതുപോലെ തന്നെ ഇന്നലെ കണ്ണൂരിൽ, പ്രത്യേകിച്ച് പയ്യന്നൂരിലും കണ്ണൂരിൻ്റെ പല ഭാഗത്തും അക്രമങ്ങൾ അഴിച്ചുവിട്ടതിൽ ഞാൻ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. ഇപ്പോഴും മാർക്സിസ്റ്റ് പാർട്ടി അക്രമത്തിൻ്റെ ഭാഷ ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ശ്രീ കുഞ്ഞികൃഷ്ണനെ സപ്പോർട്ട് ചെയ്ത മതിലിനോട് പോലും വിരോധമാണ്. മതിൽ തള്ളിക്കളഞ്ഞു. കുഞ്ഞികൃഷ്ണൻ്റെ മതിലെഴുതിയ ആ മതിൽ പോലും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മതിലിനോട് പോലും ഒരു ശത്രുത കാണിക്കുന്നു. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്? പരാജയ ബോധം കൊണ്ടാണ് ഇത്തരം അക്രമങ്ങൾ പലയിടത്തും അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഞങ്ങൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. UDF ഒരു വൻ വിജയത്തിലേക്ക് എത്തും. ഞങ്ങൾ കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷത്താണ്. പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പ്രസ്ഥാനമെന്ന നിലയിൽ സ്വാഭാവികമായും പാർട്ടിയെ തിരികെ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം പ്രവർത്തകരും നേതാക്കളും ഒരുപോലെ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൻ്റെ ഗൗരവം പാർട്ടി നേതാക്കളും പ്രവർത്തകരും പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. BJP വൻതോതിൽ പണം ഇറക്കിയിട്ടും പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ അഴിച്ചു വിട്ടിട്ടും അതിലൊന്നും ആരും വശംവദരായിട്ടില്ല. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ പോകുന്നില്ല. മത്സരം UDFും LDFും തമ്മിലാണ്. ഇത്തവണ UDFിൻ്റെ വിജയമാണ് ഉണ്ടാകുന്നത് എന്നാണ് എല്ലാവരുടെയും കണക്കൂട്ടൽ അതാണ്. അപ്പോൾ അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകരോടും, എല്ലാ UDF പ്രവർത്തകന്മാരോടും, എല്ലാ കോൺഗ്രസ് പ്രവർത്തകരോടും പ്രചരണ സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ നന്ദി രേഖപ്പെടുത്തി. അത് രണ്ടുമുണ്ട്. കാരണം SIR കേരളത്തിൽ നല്ലതാണ്. കാരണം ആവശ്യമില്ലാത്ത ഡബിൾ വോട്ടുകൾ, മരിച്ചവർ, സ്ഥലത്തില്ലാത്തവരൊക്കെ ഈ വോട്ടർ പട്ടിക കിടക്കും ഇങ്ങനെ. പക്ഷേ SIR വന്നതോടുകൂടി ഇതൊക്കെ മാറിയെന്ന് മാത്രമല്ല, കള്ളവോട്ട് ചെയ്യാനുള്ള സാധ്യതകളും കുറഞ്ഞു. കാരണം ഇങ്ങനെ മരിച്ചവരും സ്ഥലത്തില്ലാത്തവരും ഇരട്ട വോട്ടുകളും ഒക്കെയാണ് പലപ്പോഴും കള്ളവോട്ടിന് വഴിതെളിക്കുന്നത്. അതെല്ലാം ഇത്തവണ SIR വന്നതോടുകൂടി മാറി. SIR ഒരു ഘടകമാണ്. രണ്ടാമത്തെ ഒരു ഘടകം, ജനങ്ങൾ അത്യാവേശത്തോടെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത് ഒരു ഭരണമാറ്റത്തിന് വേണ്ടി തന്നെയാണ്. UDFിൻ്റെ കഠിനാധ്വാനം, UDF പ്രവർത്തകരുടെ കഠിനാധ്വാനം, UDF നേതാക്കളുടെ കഠിനാധ്വാനം, എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലം അതെല്ലാം ഈ പോളിംഗ് ശതമാനത്തിൻ്റെ വർധനവിന് സഹായകരമായിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. മുഖ്യമന്ത്രി ആലപ്പുഴയിൽ നിന്നുണ്ടാവുക അതോ എറണാകുളം ജില്ലയിൽ? കേരളത്തിൽ നിന്നുണ്ടാവും. അല്ല, അത് പറയാറായിട്ട് ഞങ്ങൾ കാൽക്കുലേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല, ഞങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്കറിയാമല്ലോ 100ആണ്. 100ലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിയത്. ഫൈനൽ കാൽക്കുലേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞങ്ങൾക്ക് ഏതായാലും ഒരു കംഫർട്ടബിളായ മെജോറിറ്റി കിട്ടുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ്. തീർച്ചയായിട്ടും പാർട്ടി ഐക്യം പൂർണ്ണമായിട്ടുണ്ടാകും. അത് ഹൈക്കമാൻഡ് ഞങ്ങളോട് ആവശ്യപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെജിയും
കേരളത്തിലെ സീനിയർ നേതാക്കന്മാരെ വിളിച്ച് സംസാരിച്ച് അതിനുശേഷം എല്ലാവരും ഒരു മനസ്സോടെയാണ് പ്രവർത്തിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.